കുടുംബത്തിന് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? അധികൃതർ ബന്ധപ്പെടുന്നുണ്ടോ? അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കോഴിക്കോട് സാഹചര്യം എന്താണ്? സജിത്ത്, കുടുംബം അല്പസമയം മുമ്പ് സഹോദരി നമ്മളോട് പ്രതികരിച്ചതാണ്. അതിനുശേഷം അവർ നിരന്തരമായി അവർ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം തന്നെ രാഷ്ട്രീയ പ്രമുഖരും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. പൂർണ്ണമായ പിന്തുണ അവർക്കുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിന് കേരളത്തിന്റെ പൂർണ്ണമായ പിന്തുണ. രാഷ്ട്രീയ വൈരം മറന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി തന്നെ അർജുന്റെ തിരിച്ചുവരവിനായി ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഈ അവിടെ നടക്കുന്ന, അതായത് കർണാടകയിലെ രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോഴും കുടുംബത്തിനോ നാട്ടുകാർക്കോ കൃത്യമായ ഒരു അല്ലെങ്കിൽ കാര്യക്ഷമമാണ് എന്നുള്ള അഭിപ്രായം ഇല്ല എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം തുടക്കം മുതൽ നമ്മൾ കണ്ടതാണ്, വളരെ മന്ദഗതിയിലാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം പോയത്. അത് ഇപ്പോഴും അത് കൃത്യമായി തന്നെ വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. കാരണം അതിൽ സംശയങ്ങളുണ്ട്. കാരണം അർജുനെ തിരിച്ചു കിട്ടണം. ഒരുപക്ഷെ അർജുൻ ജീവിച്ചിരിക്കുമോ, കാണുമ്പോൾ ജീവനുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ആ സംശയം തന്നെയാണ് സഹോദരിയും പങ്കുവച്ചത്. എന്തായാലും കാര്യക്ഷമമായ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ള അഭിപ്രായം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ സേവ് അർജുൻ ഭാരവാഹിയായ കൃഷ്ണദാസ് ഉണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് കർണാടകയുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം വലിയ രീതിയിൽ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. കേരള സർക്കാരിൻ്റെയും മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ മാത്രമാണ് ഇതിനകത്ത് കാണുന്നത്. അത് ശരിയല്ലേ? തീർച്ചയായിട്ടും ഇന്ന് 7ാം ദിവസത്തേക്ക് രക്ഷാപ്രവർത്തനം എത്തുമ്പോൾ ഒരു ദുരന്തമുഖത്ത് നടക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ഉറച്ച ശബ്ദത്തിൽ പറയാൻ പറ്റുന്നു, ഇല്ല എന്ന് തന്നെയാണ്. കാരണം 7ാം ദിവസം എത്തുമ്പോഴും പല സമ്മർദ്ദങ്ങളുടെയും ഭാഗമായിട്ടാണ് ഇന്ന് ഇപ്പോൾ അവിടെ കാണുന്ന ഈ തിരച്ചിലും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനം നമ്മൾ കാണുന്നത്. കരസേനയെ വേണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടപ്പോഴാണ് കരസേന വരുന്നത്. ഇത് ആവശ്യപ്പെടുന്നത് ഒരിക്കലും കുടുംബമായിരുന്നില്ല. ഇതൊരു എന്താ പറയുക, നമ്മളൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു കമ്മീഷനെ നിർത്തണം, അല്ലെങ്കിൽ CBI അന്വേഷിക്കണം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ഘട്ടത്തിലല്ല നമ്മളുള്ളത്. ആ ദുരന്ത മുഖത്ത് അതിന് നേതൃത്വം കൊടുക്കാൻ ഒരാളില്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായിട്ട് ഞങ്ങളിപ്പോഴും കാണുന്നത്. കാരണം ദുരന്തം നടന്നിട്ട് 7ാമത്തെ ദിവസമാകുമ്പോഴും ആർക്കാ ലീഡർഷിപ്പ് എന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ അന്തം വിട്ടു നിൽക്കുന്ന കുറേ ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ കരസേന വന്നു, അവരൊരു ദൗത്യം ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ അത് ചെയ്യുന്നതിന് വൈകിട്ടില്ലേ എന്നുള്ള ചോദ്യം സ്വയം ചോദിക്കാൻ. ഇപ്പോൾ സൈന്യം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ടെക്നോളജി ഇത്രത്തോളം നമ്മുടെ ടെക്നോളജി വളർന്ന ഒരു കാലമാണിത്. എന്നിട്ട് പോലും ആ ടെക്നോളജി കൃത്യമായി ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ പറഞ്ഞോട്ടെ. ഈ ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവരും അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകുന്നവരും ഇതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാൻ കഴിയില്ലേ? അത് ഞാൻ ആദ്യം മുതലേ പറയുന്ന പോലെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ പോരായ്മ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ടെക്നിക്കൽ ടീമില്ല. അപ്പം ഒരു ദൗത്യ സംഘം വരുമ്പോൾ അവർക്ക് എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണമെന്നെല്ലാം തീരുമാനിക്കേണ്ടത് സാധാരണ നാളത്തെ പ്രവർത്തനം ഇന്ന് ഇരുന്നു കൊണ്ട് ചിട്ടയായിട്ട് വർക്കൗട്ട് ചെയ്ത് അതിനുള്ള സജ്ജീകരണങ്ങളുമായിട്ട് രാവിലെ വരുന്നതിന് പകരം വന്നതിന് ശേഷം എന്താ കൊണ്ടുവരേണ്ടത്, എന്താ എടുക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം പോകുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷെ അതല്ല വേണ്ടിയിരുന്നത് എന്നതാണ് മറ്റൊരു കാര്യം. കാരണം 7ാം ദിവസത്തിൽ എത്തിയിട്ടും എന്തെങ്കിലും ഒരു സൂചന പോലും കിട്ടാത്ത രീതിയിൽ മണ്ണിൽ ഇരുട്ടിൽ തപ്പുന്ന ഒരു സമീപനവുമായിട്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പോകുന്നത്. അതിനുള്ള കാരണം അങ്ങനെ തന്നെയല്ലേ ഇപ്പോഴും കൃത്യമായിട്ട് ഇന്നിപ്പോൾ 7ാം ദിവസം എത്തുമ്പോൾ നമ്മൾ ഓരോ ദിവസവും പ്രതീക്ഷയുണ്ട് എന്ന് പറയുമ്പോഴും ആ പ്രതീക്ഷ സൂര്യൻ അസ്തമിക്കുന്ന പോലെ സന്ധ്യയാകുമ്പോൾ അവസാനിക്കുന്ന രീതിയാണെന്നുള്ളത്. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് അർജുനെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുഖ്യമായ ആവശ്യം. അതിന് ഏതൊക്കെ സാങ്കേതിക വിദ്യയുണ്ടോ ഇന്ത്യക്കകത്തില്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്നെങ്കിലും അർജുന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഇന്ത്യ രാജ്യം നടത്തണം, ഇന്ത്യ ഗവൺമെന്റ് നടത്തണം എന്ന് തന്നെയാണ്. കർണാടകത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് കേന്ദ്രത്തിന്റെ ഭാഗത്തേക്ക് നമ്മൾ തിരിയാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. കേന്ദ്രം അതിനു വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തണം. തീർച്ചയായിട്ടും കേന്ദ്ര സേനയെ വിന്യസിച്ചതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും കൂടി ചെയ്തു കൊടുക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് ഈ വൈകിയ വേളയിൽ ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടാനുള്ളത്. ഈ കേന്ദ്രമന്ത്രി കുമാരസ്വാമി, HD കുമാരസ്വാമി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വരികയും അവർ സന്ദർശിക്കുകയും ചെയ്തതാണ്. പക്ഷേ എങ്കിൽ പോലും ഈ കേന്ദ്ര ദുരന്ത നിവാരണ വിഭാഗം ത്തിന്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്കറിയാം സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗമൊക്കെ എത്രയോ പ്രളയ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് അവരുടെ ഒരു ഇടപെടൽ നമ്മൾ കണ്ടത്. പക്ഷെ അത്രത്തോളം ഒരു ഇടപെടൽ ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രത്തിന്റെ ആയാലും കർണാടകത്തിന്റെ ആയാലും അത്ര ഫലപ്രദമല്ല എന്നല്ല ഇത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും കർണാടകത്തിൽ അങ്ങനെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം ഉണ്ടോ എന്നുള്ളത് സംശയിക്കുന്ന രീതിയിലാണ്. കാരണം കേരളത്തിൽ നിന്ന് കേരളത്തിൽ ഒട്ടേറെ ദുരന്തമുഖത്ത് പ്രവർത്തിച്ച് പരിചയമുള്ളവർ ഞങ്ങൾ പോകാൻ തയ്യാറാകുന്ന ആദ്യ ദിവസം മുതൽ ഇവിടുന്ന് തയ്യാറായി നിൽക്കുകയാണ്. എങ്കിൽ എന്താണ് ഏത് സേനയാണോ വേണ്ടത് അത് നാട്ടിൽ നിന്ന് ആളുകളെ ആണെങ്കിൽ പരിചയമുള്ള ആളുകൾ വരട്ടെ എന്ന് പറയാനുള്ള ഒരു കാര്യം നടത്തുന്നതിന് പകരം അതിനുവേണ്ടി
തയ്യാറായിട്ട് വരുന്നവരെ ആട്ടി ഓടിക്കുന്ന സമീപനമാണ് ആ ദുരന്തമുഖത്ത് നമ്മൾ കണ്ടത്. അപ്പൊ അതായിരുന്നില്ല വേണ്ടത്. ഇതിനകത്ത് പരിചയമുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാനുള്ളതല്ല, മന്ത്രിമാരുടെ സന്ദർശനമല്ല ആവശ്യം. ആ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ട എന്തൊക്കെ ഉപാധികളാണോ വേണ്ടത് അതെല്ലാം അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ആർജവമായിരുന്നു ഏത് മന്ത്രി വന്നാലും അല്ലെങ്കിൽ ഒരു MLA വന്നാലും ഒരു MP ചെന്നാലും കാണിക്കേണ്ടത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇന്നിപ്പോ കോഴിക്കോടിന്റെ MP-യും അതുപോലെ തന്നെ മഞ്ചേശ്വരത്തിന്റെ MLA-യും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തീർച്ചയായും അവരുടെ സാന്നിധ്യം കുറെ കൂടി തിരച്ചിലിന് ആക്കം കൂട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഒരു കുടുംബവും ഒരു നാടും അർജുനു വേണ്ടി കാത്തിരിക്കുന്നത്. എന്തായാലും സേവ് അർജുൻ പ്രതിനിധിയായ കൃഷ്ണദാസാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. അതായത് കർണാടക